ലോകത്തിന്റെ മുന്നിൽ ഈ ഗുരുവായൂരിനെ എത്രമാത്രം തലകുനിക്കേണ്ടി വരും തലമുറ അങ്ങയെ ഗുരുവായൂരിന്റെ മുടിയനായി പുത്രൻ എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുക. ഒരു തൊലിപ്പുറത്തെ ചികിത്സയാണ് അവർ നടത്തിയിട്ടുള്ളത്. അവിടെയുള്ള കുട്ടികൾക്ക് ഇനി അവിടെ ഏത് ടൂർണമെന്റ് വരെന്ന് പറയും നിങ്ങൾ ഈ തരത്തില്? ഞാനൊരു ഉറച്ച കോൺഗ്രസ്സുകാരനാണ്, അന്നും ഇന്നും. ഗുരുവായൂരിന്റെ പാർത്ഥസാരഥി ക്ഷേത്രം, ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് ഗുരുവായൂരിന്റെ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മളെ യാത്ര. ഫുട്ബോളിന്റെ പിന്നിലും ഗുരുവായൂരിലെ മാത്രമല്ല ആനകളുടെ പിന്നിലും ഗുരുവായൂരിലെ പ്രശ്നങ്ങളുടെ പിന്നിലും നഗരസഭയുടെ ഓരോ പ്രവൃത്തികളുടെ പിന്നിലും നിതാന്തം നിരന്തരം യാത്ര ചെയ്യുകയും അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും നിശബ്ദനൊന്നുമല്ല, അത്യാവശ്യത്തിന് ശബ്ദമുയർത്തി ഘനഗംഭീരമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഗുരുവായൂരിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ഈ വിശേഷത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. അപ്പോൾ നമസ്കാരം. ഞാൻ വൈദ്യർ സ്കൂളിൽ ഞങ്ങളുടെ ഒരു സീനിയറായിട്ട് പഠിച്ച ഒരു ചേച്ചിയുണ്ട്. പറയുമ്പോഴേക്കും ആ സുന്ദരിയായ ചേച്ചീനെ എന്താ പറയാ കട്ടുകൊണ്ട് പോയി എന്നൊക്കെ പറയാൻ പറ്റുമോ അറിയില്ല. അന്ന് ഒരുപാട് വിവാദവും. അപ്പൊ അന്ന് നിങ്ങൾക്ക് അവിടെ നമ്മുടെ കോർണറിൽ ഒരു കട ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ അതിലിങ്ങനെ പോകുമ്പോൾ പറയും, ഇതാണ് ആ ചേട്ടൻ. ആ ഒരു നാടിനെ നടുക്കിയ പ്രേമകഥ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അത് അങ്ങനെയല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമുട്ടുകയും വളരെ കുട്ടിക്കാലം മുതൽ തന്നെ അങ്ങനെ പ്രേമിക്കണം അല്ലെങ്കിൽ വിവാഹം കഴിക്കണം, ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിലൊന്നും ഒരു തുടങ്ങിയതല്ല. അത് പിന്നെ അങ്ങനെയായി മാറി. പ്രേമം വളരെ കലശലായി. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഓടിപ്പോയതാണല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അതിന് ഉത്തരമായിട്ട് പറയാറുള്ളൂ, ഓടിയിട്ടല്ല പോയേ, കാറിലാണ് ഞങ്ങൾ പോയത് എന്ന് ഞാൻ പറയാറുണ്ട് ഹാസ്യരൂപേണ. അത് അത്രയും വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തതാണ്, ഞാൻ നിർബന്ധിച്ചതാണ്. പിന്നെ പുള്ളിക്കാരി അതിനോട് ഏകദേശം പൊരുത്തപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. അയാളെ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ആ സമയത്തൊക്കെ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുകാരൊക്കെ ആയിട്ടുള്ള അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അവിടുത്തെ പൂജാരിയും ഒക്കെ ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് എന്നെ പോലെ ഒരാളെ ഉൾക്കൊള്ളുക എന്നുള്ളതൊക്കെ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. സ്വാഭാവികമല്ലേ, നമ്മളത് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മുടെ പല ഇടപെടലുകൾ കൊണ്ടും അതൊക്കെ മാറ്റിയെടുത്തു. അവരുമായി ഇപ്പോൾ വളരെ സ്നേഹത്തിലാണ്, വളരെ അടുപ്പത്തിലാണ്, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ചേച്ചി കൃഷ്ണപ്രിയ. രണ്ട് മക്കള്. രണ്ടാൺകുട്ടികളാണ് എനിക്ക്. ഒരാൾ ഡിഗ്രി കഴിഞ്ഞു, ഒരാൾ ഡിഗ്രിക്ക് ചേർന്നു. അപ്പും കുഞ്ഞാപ്പും. ഉദയേട്ടനെ പറ്റിയിട്ട് നമ്മുടെ ബാലമോഹനായിട്ട് എപ്പോഴും ബാലേട്ടൻ പറയുന്ന ഒരു വിശേഷമുണ്ട്. ഉറുമ്പ് മുതൽ ആന വരെയുള്ള സംഘടനകളുടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഈ ആനപ്രേമം അല്ലെ, വിടാതെ പിന്തുടരുന്ന ആനപ്രേമം, ഫുട്ബോളും വാദികലയും എന്ന് പറയേണ്ട ഒരു തനി നാട്ടിൻ പുറക്കാരന്റെ എല്ലാവിധ അസ്കിതയുള്ള ഒരു ആനക്കമ്പം എന്ന് പറയുമ്പോഴേ, ഗുരുവായൂരിൽ ജനിച്ചു വളർന്ന ആർക്കും ഒരു ആനപ്രേമം ഉണ്ടാവും, ആനക്കമ്പം ഉണ്ടാവും. അത് ഗുരുവായൂരിലെ കുട്ടിക്കാലത്തൊക്കെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടക്കുമ്പോൾ എപ്പോഴും ആനയുമായി എപ്പോഴും കാണുകയും ആനയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും, കുറുമ്പാണെങ്കിലും കുട്ടിക്കാലത്ത് ആനകളുടെ കുറുമ്പാണെങ്കിലും കാണാൻ കൗതുകം ഉണ്ടാവും. അപ്പൊ ആനയുമായിട്ടുള്ള കമ്പം അതാണ്. ഗുരുവായൂർക്കാർക്ക് എല്ലാവർക്കും ആനക്കമ്പുണ്ട്. നമ്മൾ പിന്നെ കുറച്ചുകൂടി അതിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ കുറച്ച് ശ്രമിച്ചു. ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രം അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഫുട്ബോൾ കളിച്ചിരുന്നു. ഫുട്ബോള് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗം ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കളിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഗുരുവായൂരിൽ നിന്നും അന്നത്തെ കാലത്തെ പ്ലെയേഴ്സിനെ സംബന്ധിച്ച് കേരളത്തിന് പുറത്തു പോയി കളിക്കാനുള്ള ഭാഗ്യം കൂടി അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുവിധം ജില്ലകളിലൊക്കെ ഡിവിഷണൽ ലീഗ് രജിസ്റ്റർ ചെയ്തിട്ട് കളിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പാലക്കാടായാലും തൃശ്ശൂരായാലും എറണാകുളമായാലും കോഴിക്കോടായാലും ഒക്കെ ഡിവിഷണൽ ലീഗ് രജിസ്റ്റർ ചെയ്ത് കളിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പൊതുപ്രവർത്തനം എങ്ങനെയായിരുന്നു എൻട്രി? പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോട് എതിർത്ത് ഞാൻ കോൺഗ്രസ്സുകാരനായവനല്ല. കോൺഗ്രസിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും കോൺഗ്രസിനെ സ്നേഹിച്ചതുകൊണ്ടും ഞാൻ കോൺഗ്രസ്സുകാരനായതാണ്.
ഞാൻ എൻ്റെ രാഷ്ട്രീയക്കാരനാവാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ ചെറിയച്ഛനാണ്. എൻ്റെ ചെറിയച്ഛൻ എൻ്റെ അമ്മയുടെ അനിയത്തിനെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ശിവദാസ മേനോൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവായൂർ കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം VK കൃഷ്ണമേനോന്റെ കുടുംബമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹം ഒരു അസാധ്യ പ്രാസംഗികനായിരുന്നു. നന്നായി കവിത എഴുതുമായിരുന്നു, നന്നായി നാടകം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ കോൺഗ്രസ് രീതി. പിന്നെ അദ്ദേഹം മരിച്ചിട്ട് K കരുണാകരൻ അന്നത്തെ ലീഡർ 2 പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വരെ ഉണ്ടായിരുന്നു ഈ ശിവദാസേട്ടൻ മരിച്ചത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു ഉന്നത നേതാവ് എന്ന് പറയുന്നത് ലീഡറെയാണ്. എൻ്റെ വീട്ടിൽ എനിക്കൊക്കെ ചെറിയൊരു ഓർമ്മയാണുള്ളത് ലീഡർ വീട്ടിൽ വന്നിട്ടായിട്ടൊക്കെ ഇങ്ങനെ. പിന്നീട് പിന്നെ കുറെ ആളുകളൊക്കെ ശിവദാസൻ മരിച്ചിട്ട് ഇങ്ങനെ വീട്ടിലെ ലീഡർ വന്നിരുന്നു അങ്ങനെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അന്നിങ്ങനെ ശിവദാസേട്ടൻ മരിച്ചിട്ട് എൻ്റെ വീടും പരിസരവും ക്ഷേത്ര പരിസരമൊക്കെ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് റീത്തായിട്ടും വളരെ അനുശോചനം അറിയിക്കാനൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുള്ളത്. അതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ കുറെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ലീഡറാണ് സത്യത്തിൽ എൻ്റെ പ്രചോദനം. ലീഡർ അവിടെ എത്താൻ കാരണം എൻ്റെ ചെറിയച്ഛനാണ്. അപ്പം അതാണ് എൻ്റെ കോൺഗ്രസ്. പിന്നീടാണ് ഞാൻ കോൺഗ്രസിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ പ്രാധാന്യവും ചരിത്ര പ്രാധാന്യവും ഒക്കെ വായിക്കാനും കേട്ട് മനസ്സിലാക്കാനും പലരിൽ നിന്നും അറിഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. ഞാനൊരു ഉറച്ച കോൺഗ്രസ്സുകാരനാണ് അന്നും ഇന്നും. കരുണാകരൻ ഒരു ലീഡർ DIC ഉണ്ടാക്കി പോയപ്പോ ഞാൻ ലീഡറുടെ കൂടെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആളാണ്. അത് ലീഡറോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും തന്നെയാണ്. ലീഡർ അത്രയും ഇൻഫ്ലുവൻഷ്യൽ എന്റെ ജീവിതത്തില്. ഞാൻ ലീഡർ വരുമ്പോ ശ്രീവത്സത്തിലൊക്കെ പോയിരുന്ന് കണ്ടിട്ടുള്ളതാണ് നിരവധി തവണ. എല്ലാ 1-ാം തീയതികളിലും തലേദിവസം ഞാൻ അവിടെ കാണാനും പറ്റാവുന്ന സമയങ്ങളിലൊക്കെ പോവാം. ആദ്യമായിട്ട് മത്സരിക്കുന്നതും DIC-യുടെതിലാണ്. അതൊരു പരാജയം. രണ്ടാമത്തെ എനിക്ക് അത് ഇടതുപക്ഷത്തിന്റെ കൂടെയായിരുന്നു. എനിക്ക് അതിനോടൊരു അപ്പൊ എനിക്ക് അന്ന് തന്നെ അതിലൊരു മാനസികമായിട്ടുള്ളൊരു യോജിപ്പ് ഉണ്ടായിരുന്നില്ല. ലീഡറുടെ ഒരു തീരുമാനം ആയതുകൊണ്ട് ഞാൻ ആ ഒരു പക്ഷത്തിൽ നിന്ന് മത്സരിക്കേണ്ടി വന്നതാണ്. പിന്നീടും വന്നത് 2010-ലാണ് ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. 2010 ഞാനിപ്പോ മത്സരിച്ചിട്ടുള്ള വാർഡിൽ അന്ന് ജനറൽ വാർഡായപ്പോ അന്ന് ഞാൻ സത്യത്തിൽ അന്ന് നഗരസഭയിലേക്ക് പിന്നെ ഒരു മത്സര രംഗത്തൊന്നും ആഗ്രഹിച്ചതും അല്ല, നിൽക്കാൻ ഉദ്ദേശിച്ചതും അല്ല. ഞാൻ അന്ന് അർബൻ ബാങ്കിന്റെ ഡയറക്ടറായിട്ട് 2009 മുതൽ ഞാൻ അർബൻ ബാങ്ക് ഡയറക്ടറാണ്. അപ്പൊ എനിക്കൊരു സ്ഥാനമുണ്ട്, ഇത് മറ്റാരെങ്കിലും മത്സരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഇരുന്നതാണ്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ട ബേസിക് വർക്ക് മുഴുവൻ എൻ്റെ വാർഡിൽ എൻ്റെ ചുമതല പാർട്ടി ഏൽപ്പിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ നേതൃത്വം കൊടുക്കും, ഞാൻ ഏറ്റെടുത്ത് ചെയ്യും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പുതിയൊരു വാർഡ് രൂപമാണ്, അതായത് വിശാല നഗരസഭ ഉണ്ടായിട്ട് പൂക്കോട് തൈക്കാട് പ്രദേശങ്ങൾ ഈ നഗരസഭയിൽ കൂട്ടിച്ചേർത്തിട്ട് ഒരു വിശാല നഗരസഭയായിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാർഡിന്റെ ഘടന പഴയ വാർഡുകളെ പോലെ അല്ലായിരുന്നു, പുതിയൊരു രൂപത്തിലായിരുന്നു ആ വാർഡ് ഘടന വന്നത്. അപ്പൊ ആ വാർഡിനെ കേന്ദ്രീകരിച്ച് ആ പ്രദേശത്തെ മുഴുവൻ ക്രോഡീകരിച്ച് നമ്മളെല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചെയർമാൻ കൃഷ്ണദാസാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവുമായി ആരും മത്സരിക്കാൻ തയ്യാറായില്ല. അതാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ മത്സരിക്കാൻ നിർബന്ധിതനായതാണ് സത്യത്തിൽ. കൃഷ്ണദാസ് അന്നത്തെ മുനിസിപ്പൽ ചെയർമാനായിട്ട് ഇങ്ങനെ CPM-ന്റെ ഇവിടുത്തെ ഒരു ഉന്നത നേതാവ്, LDF-നെ നയിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം വന്ന് നിന്നപ്പം മത്സരിക്കാൻ ആളില്ലാണ്ടേ. എൻ്റെ വാർഡ് എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ജയിച്ചു പോകാന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ബോധമുള്ളവർക്ക് അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് അത് സമ്മതിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മത്സരിക്കേണ്ടി വന്നു. നമുക്കവിടെ ജയിക്കാൻ കഴിഞ്ഞു, എല്ലാ ജനങ്ങളുടെയും കൊണ്ട് ജയിക്കാൻ കഴിഞ്ഞു. ഈ കൗൺസിലർ എന്നുള്ള ഉത്തരവാദിത്തത്തിനേക്കാളും പുറമെ കഴിഞ്ഞ ഈ ടൈമിൽ പ്രതിപക്ഷ നേതാവും കൂടിയായിരുന്നു. അത്തരം ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കാണുക? ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരു യോജിപ്പ് ഈ പ്രതിപക്ഷ നിരയിൽ മൊത്തം കാണാൻ പറ്റുമായിരുന്നു, എങ്ങനെയായിരുന്നു? അതെന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ജനാധിപത്യത്തിൽ അതിലെ ഒരുപാട് അവകാശ സ്വാതന്ത്ര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യം വല്ലാത്ത കൂടുതലുമാണ് സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ. അപ്പം അതിൽ പലർക്കും പല അഭിപ്രായങ്ങളല്ലേ ഉണ്ടാവുക. അപ്പം എൻ്റെ അഭിപ്രായം ആവണമെന്നില്ല മറ്റൊരു കൗൺസിലറുടെ അഭിപ്രായം, ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം ആവണമെന്നില്ല മൂന്നാമതൊരു കൗൺസിലറുടെ അഭിപ്രായം. അപ്പം അതിനെല്ലാം കേന്ദ്രീകരിച്ച് ക്രോഡീകരിച്ച് ഏത് രീതിയിൽ അതിൽ ശരിയായ രീതി പാർട്ടിക്ക് ഗുണകരമായത് എന്ത്, പാർട്ടിയെ ദോഷകരമായി ബാധിക്കാത്ത ഒരു തീരുമാനവുമായി മുന്നോട്ട് അങ്ങനെ പോവാം
അതിനാണ് ഞാൻ ഈ 5 വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത്. ഉദയേട്ടാ, ഇപ്പൊ ഈ വിട്ടുവീഴ്ചയെ പറ്റിയിട്ട് പറയുമ്പോഴേ പലപ്പോഴും ഒരു കോംപ്രമൈസ്, അതായത് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നമ്മളുടെ ആദർശങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട ചില സ്ഥലങ്ങളിൽ പ്രതികരിക്കാതെ പോകുന്നു, അങ്ങനെയുള്ളൊരിതുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയർമാനായിട്ട് കൃഷ്ണദാസേട്ടനായിട്ട് ചെയ്തപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷത്തു നിന്നുള്ള വലിയ ഒരു ശക്തമായ പ്രതിഷേധം പോലും ഇല്ല, കാരണം അവരും ഭരണപക്ഷത്തിന്റെ ഒപ്പമാണെന്നുള്ള ഒരു കാര്യമാണ് കൃഷ്ണദാസേട്ടൻ പറഞ്ഞത്. അങ്ങനെയല്ല. ഒരു സ്വാഭാവികമായിട്ടും ഒരു പ്രാദേശിക ഭരണകൂടം എന്ന് പറയുമ്പോൾ ഒരു ലോക്കൽ ഗവൺമെന്റ് ആണ്. അതിൽ നഗരസഭാ ആക്ടിലൊക്കെ പ്രതിപക്ഷം ഇല്ല എന്ന് പറയുമ്പോൾ പോലും നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നഗരസഭാ കൗൺസിലിനകത്തേക്ക് ആ പാർട്ടി ചിഹ്നം അനുവദിക്കുന്ന ചിഹ്നത്തിന്റെ പേരിൽ വിജയിച്ചിട്ട് എത്തപ്പെടുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ടാവും, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും, രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാവും. എന്ന് വിചാരിച്ച് എല്ലാ തീരുമാനങ്ങളെയും എതിർക്കുക എന്നുള്ളതല്ല ഒരു ജനാധിപത്യം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള രാഷ്ട്രീയവും. അതിൻ്റെ പരമാവധി മാന്യമായും മര്യാദയോടും കൂടി നഗരസഭാ കൗൺസിലിനകത്ത് വിയോജിപ്പ് 100% വിയോജിപ്പുള്ള കാര്യങ്ങളിൽ അത് അതിൻ്റെതായിട്ടുള്ള പൂർണ്ണ അർത്ഥത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുവാനും പ്രതിഷേധിക്കുവാനും ആ പ്രതിഷേധം അറിയിക്കേണ്ടവരെ അറിയിക്കാനും ഉള്ള രീതിയിലുള്ള പ്രകടനങ്ങൾ ഈ 5 വർഷം അടുക്കുമ്പോഴും അത് നമ്മൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ചെയർമാൻ കൃഷ്ണദാസിന് എന്നെ സ്വാധീനിക്കേണ്ട ഒരു വിഷയമോ അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ സ്വാധീനിക്കേണ്ട ഒരു വിഷയമോ ഒന്നും തന്നെ ഇല്ല. അതിപ്പോൾ ഇടതുപക്ഷത്തെ കൗൺസിലർമാരാണെങ്കിലും ശരി, UDF-ലെ കൗൺസിലർമാരാണെങ്കിലും ശരി, മറ്റ് 3ാം ചേരിയിൽ നിൽക്കുന്ന കക്ഷി കൗൺസിലർമാരാണെങ്കിലും ശരി, ഇടതുപക്ഷത്തിന് ഇപ്പോൾ UDF-ന്റെ ഒരു ഔദാര്യം ഗുരുവായൂർ നഗരസഭയ്ക്കകത്ത് ആവശ്യമില്ല. ഞങ്ങൾക്ക് അവരുടെയും ഒരു ഔദാര്യത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഔദാര്യം കൈപ്പറ്റണമെങ്കിൽ ഔദാര്യം ലഭിക്കണം എന്നൊരു ആഗ്രഹമോ കാഴ്ചപ്പാടോ ഉണ്ടെങ്കിൽ മാത്രമല്ല അവർക്ക് വഴിപ്പെട്ട് നിൽക്കേണ്ടത് കാര്യമുള്ളൂ. ഞങ്ങൾ എതിർക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി നഗരസഭയ്ക്കകത്ത് വിയോജനക്കുറിപ്പ് കൊടുക്കേണ്ട കാര്യങ്ങളിൽ വിയോജനക്കുറിപ്പ് കൊടുത്ത്, പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളിൽ പ്രതിഷേധിച്ച്, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ തിരുത്താൻ പോലും ചെയർമാൻ തയ്യാറായിട്ടുണ്ടല്ലോ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ആ ഒരു മാന്യത ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുനിന്നും മാന്യത ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല വേദികളിലും നിങ്ങൾ ഉദയേട്ടനും കൃഷ്ണദാസേട്ടനൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം കെട്ടിപ്പിടിക്കണോ, നിങ്ങൾ വലിയൊരു സൗഹൃദം നിങ്ങൾ പരസ്പരം ഇതാക്കുന്നുണ്ട്, കൈമാറുന്നത് കണ്ടിട്ടുണ്ട് മറ്റ് കൗൺസിലർമാർ തമ്മിലും. അത് പലപ്പോഴും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പുറത്തുനിന്ന ആൾക്കാർ കാണുമ്പോൾ ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നുള്ള അങ്ങനെയുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ അങ്ങനെ ഉണ്ടോ? അങ്ങനെ അല്ല, അതിന് പുറകിൽ അങ്ങനത്തെ എന്തെങ്കിലും? അതെ, വ്യക്തിബന്ധം വേറെ, കുടുംബ ബന്ധവും വ്യക്തിബന്ധവും രാഷ്ട്രീയ ബന്ധവുമായി കൂട്ടിക്കിഴക്കേണ്ടതില്ല. അങ്ങനെ എത്രയോ സാഹചര്യങ്ങൾ തന്നെ നമ്മുടെ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ കൃഷ്ണദാസ് എന്ന് പറയുന്ന CPM നേതാവ്, KP ഉദയൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ്, ഇവർ തമ്മിൽ വ്യക്തിപരമായിട്ട് ഒരു അകൽച്ചയില്ല. എന്നെ പറയേണ്ട ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പറയാറുണ്ട്. ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഞാനും പറയാറുണ്ട്. പക്ഷെ അത് ഞങ്ങളൊന്നും ഒരു അതിർത്തി ലംഘിക്കാറില്ല. ഞങ്ങളെ ഭാഷാ പ്രയോഗങ്ങളിലൊന്നും അതിർത്തി ലംഘിക്കാറില്ല. അത് അദ്ദേഹവും ഇല്ല, ഞങ്ങളും ഇല്ല. അത് ഗുരുവായൂരിന്റെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു വന്നില്ല, അത് ഗുരുവായൂരിന്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം അങ്ങനെ. എനിക്ക് തോന്നുന്നത് ഏറ്റവും രൂക്ഷമായിട്ട് വിമർശിച്ചത് ഉദയേട്ടനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഉദയേട്ടനെ ഒരിക്കൽ പ്രയോഗിച്ചൊരു ഗുരുവായൂരിന്റെ മുടിയനായ പുത്രൻ, അത് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുണ്ടായി. കാരണം അത്രയും രൂക്ഷമായിട്ട് എന്താണ് ഗുരുവായൂരിന്റെ ഒരു ഭരണ പരാജയമായിട്ട് പ്രതിപക്ഷത്തു നിന്ന് നോക്കിക്കള. ഞാനിത് ആദ്യം പറയാം, അത് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് പറയാണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗുരുവായൂർ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ആ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അവർ നഗരസഭയുടെ ആധാരം പണയം വെച്ചിട്ട് ലോൺ എടുത്തിട്ട് ബസ് സ്റ്റാൻഡ് പണിയാൻ നിൽക്കുകയാണ്. ഒരു ആധാരം പണയപ്പെടുത്തുക, ഒരു ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിൽ നമ്മളൊരു ആധാരം പണയപ്പെടുത്തുക എന്ന് പറയുന്നത് എപ്പോഴാണ്? ഏറ്റവും അവസാന ഒരു ഘട്ടത്തിലാണ്. എന്റെ തല ചായ്ക്കാനുള്ള ഒരു ഇടം, ഞാൻ വേറൊരു നിക്കകളില്ല, വേറൊരു നിവൃത്തിയില്ല എന്ന് വരുമ്പോഴാ. ഇതങ്ങനെയല്ല. ഇത് ഗുരുവായൂർ നഗരസഭയെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഗുരുവായൂരിന്റെ ഒരു തീർത്ഥാടന പ്രാധാന്യം കണക്കിലെടുത്ത് ഗുരുവായൂരിൽ ഒരു വികസനം നടത്തണമെങ്കിൽ ആധാരം പണയപ്പെടുത്തേണ്ട കാര്യമില്ല. അത് അവരുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ്, അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ആധാരം പണയപ്പെടുത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് അവരെ മാനസികമായിട്ട് എത്തിച്ചത്. ഞാൻ അതിനെതിരാണ്. ഞാൻ മാത്രമല്ല, കോൺഗ്രസും അതിന് പൂർണ്ണമായി UDF-ഉം അതിനെതിരായിരുന്നു.
നമ്മൾ പറയുന്നത്. എന്നിട്ട് പോലും 5 കോടി രൂപ കേന്ദ്ര ഫണ്ട് കിട്ടിയത് കൊണ്ടാണ് അവർ പണിയെടുപ്പിച്ചത്. 3 കോടി രൂപ നഗരസഭയുടെ ഓൺ ഫണ്ട് എടുത്തു കൊടുത്തിട്ട് 8 കോടി രൂപയാണ് ഇപ്പൊ ആകെ നഗരസഭ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്, ബസ് ടെർമിനൽ നിർമ്മാണത്തിന് ഊരാളുകൾക്കാർക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി പണം ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. ലോൺ ഇതുവരെ പാസ്സായിട്ടില്ല. ലോൺ പാസ്സാകുന്ന തന്നെ 11.5% ഇൻട്രസ്റ്റിനാണ്. ഞാൻ അതിന്റെ ഇൻട്രസ്റ്റ് കണക്ക് വരെ ഞാൻ അന്ന് കൗൺസിലിൽ ഞാൻ ചോദിച്ചതാണ്. ഞാൻ അന്ന് പ്രയോഗിച്ച പ്രയോഗം എന്ന് പറയുന്നത് അത് മണ്ണിങ്ങൽ കൃഷ്ണദാസിനെ അല്ല ഞാൻ പറഞ്ഞത്, ഗുരുവായൂർ നഗരസഭ CPM പ്രതിനിധിയായി വന്നിരിക്കുന്ന ചെയർമാനെയാണ്. അത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. വരും തലമുറ അങ്ങയെ ഗുരുവായൂരിന്റെ മുടിയനായി പുത്രൻ എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുക. അങ്ങ് അതിലേക്ക് കാലെടുത്ത് വെക്കരുത് എന്ന് വളരെ സ്നേഹപൂർവ്വവും ബഹുമാനപൂർവ്വവും തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനോട് ആ വാചകം ഉപയോഗിച്ചത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണപരാജയമായിട്ട് കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മളിങ്ങനെ, ഇത് ഗുരുവായൂരിന്റെ ഹൃദയഭാഗത്താണ്, നമ്മുടെ തൊട്ട് പുറകില് ഗുരുവായൂരിന്റെ അഗതി മന്ദിരം, ഇത് പകൽ വീട്, എന്താ പറയാ, നമ്മുടെ കൊതുക് ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുകയാണ്. നമ്മളിപ്പോ സ്വീകരിക്കാൻ പുറത്ത് എന്താണ് കഴിഞ്ഞ തെരുവുനായ്ക്കളുടെ ഒരു പട തന്നെയുണ്ട്. എന്തൊക്കെയാണ് ഒരു പരാജയമായിട്ട് കാണുന്നത്? അല്ല, പരാജയം എന്ന് പറയുമ്പോഴേ നമ്മള് 25 വർഷത്തെ ഒരു വികസനമാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഒരു പ്രധാനപ്പെട്ട നഗരം, കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം 25 വർഷം ഒരേ രാഷ്ട്രീയ പാർട്ടിക്ക് ഭരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ട് ഈ ഒരു വികസനം മതിയോ? വികസനം നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ തീർത്ത് അടച്ചാക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. കേവലം 5 വർഷം കൊണ്ട് ചില നഗരങ്ങളും ചില പ്രദേശങ്ങളും പഞ്ചായത്തുകളാണെങ്കിൽ പോലും ചില ആളുകൾ വികസനവുമായി മുന്നോട്ട് പോകുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. നമ്മളൊക്കെ തന്നെ പല ഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. വികസനം എന്ന് പറയുന്നത് 25 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വികസനം, ഗുരുവായൂരിനെ പോലെയുള്ള ഒരു തീർത്ഥാടന നഗരത്തിന്, ലോക ശ്രദ്ധ നേടുന്ന ഒരു നഗരത്തിന് ഈ ഒരു വികസനം മതിയോ? എന്താണ് ഇവർ പറയുന്ന ഈ വികസനം? ഇതിന്റെ യാഥാർത്ഥ്യം അങ്ങ് അകലെയല്ലേ കിടക്കുന്നത്? യാഥാർത്ഥ്യത്തിനോടൊന്ന് അടുത്തു നോക്കുമ്പോഴാണ് അതിന്റെ വസ്തുത എന്താണെന്നുള്ളത് നമുക്കൊക്കെ തന്നെ തിരിച്ചറിയാൻ കഴിയും. ഇവർ പറയുന്ന ഈ മാലിന്യ സംസ്കരണം, ഇവർ പറയുന്ന അഴുക്കുചാൽ പദ്ധതി, ഇവർ പറയുന്ന ഗുരുവായൂരിലെ വലിയ തോടുകളുടെ തെളിനീരൊഴുക്ക്, ഇവർ പറയുന്ന കക്കൂസ് മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട്, ഇവർ പറയുന്ന ഈ പാർക്കിംഗ് സംവിധാനം, ഇവർ പറയുന്ന ഗുരുവായൂരിലെ റോഡ് വികസനം, ഗുരുവായൂരിലെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നം. ഉദാഹരണത്തിന് ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട്. അത്ര വലിയൊരു മഴയൊന്നുമല്ല ഗുരുവായൂരിൽ പെയ്തിട്ടുള്ളത്, ഒരു ചെറിയ തോതിലുള്ള മഴ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. പല പ്രദേശത്തും വെള്ളക്കെട്ടുണ്ടായി. തെരുവുനായ്ക്കളുടെ പ്രശ്നം നമ്മൾ ഏറ്റവും അടുത്ത ദിവസം കണ്ടതല്ലേ, ഒരു സഹോദരിയുടെ കാതല്ലേ കടിച്ചു കൊണ്ടുപോയി. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന തീർത്ഥാടകർ അവര് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ കാലുമ്മി നടുമ്പുറത്തും തെരുവ് പട്ടി കടിച്ചു മുറിച്ചു പോയി എന്ന് പറഞ്ഞുള്ള സ്ഥിതി ലോകത്തിന്റെ മുന്നിൽ ഈ ഗുരുവായൂരിനെ എത്രമാത്രം തലകുനിക്കേണ്ടി വരും, എത്രമാത്രം നാണക്കേടാണ്. അതല്ലേ ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായിട്ടുണ്ടായത്. ഈ ഗുരുവായൂരിന്റെ ഈ ഗതാഗത പ്രശ്നം ഇവർ പറയുന്ന ഞാൻ വ്യക്തിപരമായിട്ട് പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡുകളിൽ പണിതിട്ടുള്ള ഫുട്പാത്തുകൾ, ഇപ്പൊ ബഹുമാനപ്പെട്ട ചെയർമാൻ പറയുന്ന ഗുരുവായൂരിന്ന് ഫുട്പാത്തിൽ അങ്ങോട്ട് കയറിയ ആനക്കോട്ട വരെ എത്താന്ന് പറയുന്ന കേട്ടു. ആനക്കോട്ടയിലേക്ക് എന്നും ആളുകൾ, ഗുരുവായൂരത്തെ ജനതയ്ക്ക് ആനക്കോട്ടയിലേക്ക് പോലല്ല പണി. എപ്പോഴെങ്കിലും ഒന്ന് ആനക്കോട്ടയിൽ പോയിട്ട്, ഞാനൊരു ആനപ്രേമി കൂടിയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറയാൻ ആഗ്രഹിക്കും. KSRTCയുടെ ഫ്രണ്ടിൽ അവിടെ ഫുട്പാത്ത് പണിതു. അവിടെ ഇനി ആ റോഡ് ഇനി വികസിപ്പിക്കാൻ പറ്റുമോ? ഏറ്റവും ചെറിയൊരു കാര്യം ഞാൻ പറയുന്നത്, പടിഞ്ഞാറ് നടക്കിലെ മറ്റേ അമൃതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കെട്ടിടം, നഗരസഭയുടെ കെട്ടിടം വന്നു. അവിടെ റോഡ് ഇനി വികസിപ്പിക്കാൻ പറ്റുമോ? പടിഞ്ഞാറ് നടയൊക്കെ ആ റോഡുമായി ബന്ധപ്പെട്ട് അവിടെ വാഹനങ്ങളുടെ തിക്കും തിരക്കും നമ്മൾ കാണാൻ പോകും. ഒരു മാസം കഴിഞ്ഞാൽ നമ്മളിനി നേരിടാൻ പോകുന്ന ശബരിമല മണ്ഡലകാല സീസണെയാണ്. ഈ പാർക്കിംഗ് സംവിധാനം, ഈ MLCP മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ കെട്ടിടം, അവിടെ എവിടെ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുക? അപ്പൊ ഇതൊക്കെ ഒരു കാഴ്ചപ്പാടുകളുടെ വികലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരു വീക്ഷണമില്ലാത്ത കാഴ്ചപ്പാടിന്റെ, ദീർഘവീക്ഷണമില്ലാത്ത കാഴ്ചപ്പാട്. 7 ബസ്സോ മറ്റോ ആണ് അവിടെ ബസ് പാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക. 200-250 ബസ്സുകൾ നിത്യേന വരുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ ശബരിമല മണ്ഡലകാലായ. നമുക്കറിയാലോ, ഈ റോഡുകളിലൊക്കെ നിരന്തരം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. ഒരു വീട്ടുകാരന് ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു എമർജൻസി ആവശ്യത്തിനോ ഒരു വാഹനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും തിക്കും തിരക്കുണ്ടാവും. ഇപ്പൊ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് ഈ രൂപീകരിച്ചു എന്ന് പറയുന്ന ഈ ട്രാഫിക് സംവിധാനങ്ങൾ എന്താ സ്ഥിതി?
5 ലക്ഷം രൂപയാണ് പടിഞ്ഞാറനടക്കില് ബസ് സ്റ്റാൻഡ് റൂട്ട് ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ ചെന്ന് പാർക്ക് ചെയ്യണം, ബസ് സ്റ്റാൻഡ്, താൽക്കാലിക ബസ് സ്റ്റാൻഡ് നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ കൊണ്ട് മുടക്കിയിരിക്കുന്നത്. ഇത് ആരുടെ പണം? ഗുരുവായൂരിലെ നികുതിദായകർ അടയ്ക്കുന്ന പണമല്ലേ? ഒരു വണ്ടി പോലും ഇത്രയും വർഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. റോട്ടിൽ മുഴുവൻ ബസ്സുകൾ, റൂട്ട് ബസ്സുകൾ അവിടെയും ഇവിടെയും പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതിനൊരു നിയന്ത്രണമില്ല. അപ്പൊ ആ രീതിയിൽ ഇവരെന്ത് സംവിധാനമാണ് ഇവർ വിജയിപ്പിച്ചിട്ടുള്ളത്? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതെല്ലാം ഒരു PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവര് കുറെ ഒരു പ്രൊപ്പഗണ്ട അടിച്ച് ഇവർ ഇത് തിരുവനന്തപുരത്തിരിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരാരെങ്കിലും ഇവിടെ വന്ന് നോക്കിയിട്ടാണ് ഈ അവാർഡ് മുഴുവൻ പ്രഖ്യാപിക്കുന്നത് എങ്കിൽ ഏറ്റവും അവസാനത്തെ നഗരസഭയായിട്ട് ഈ നഗരസഭയെ പ്രഖ്യാപിക്കുമായിരുന്നു. ഇപ്പൊ തെരുവുനായ ഞങ്ങളൊരു ശ്വാന പുരസ്കാരം നൽകി ചെയർമാന്, ഗുരുവായൂർ നഗരസഭയ്ക്ക് നൽകിയതാണ്. അത് കേരളത്തിന്റെ മന്ത്രിയുടെ പേരിലാണ് ഞങ്ങളത് സമർപ്പിച്ചത്. തെരുവുനായ പ്രശ്നം, ഗുരുവായൂരിന്റെ തെരുവുനായ പ്രശ്നം. ഗുരുവായൂർ നഗരം ഉറങ്ങാത്തൊരു നഗരമാണ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ചെറുപ്പം പെൺകുട്ടികൾക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നടന്നു പോകേണ്ട ഒരു സ്ഥിതിയുണ്ട് ഗുരുവായൂർ. കാരണം രാത്രി 11 മണിക്ക് അമ്പലം അടയ്ക്കണു, പുലർച്ചെ 2:30 മണിക്ക് പാട്ട് വയ്ക്കണു, 3 മണിക്ക് നട തുറക്കണം. ഇതാണ് ഇവിടെ ഉറങ്ങാനുള്ള സമയമില്ല നഗരത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും ഒരു കരുതൽ ഉണ്ടാവണം. അത് ലോക്കൽ ഗവൺമെന്റിന്റെ, പ്രാദേശിക ഗവൺമെന്റിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. ഇവിടെ വരുന്ന ആളുകളുടെ സുരക്ഷിതത്വം, ഇവിടെ വരുന്ന ആളുകളുടെ സമാധാനം, ഇവിടെ വരുന്ന ആളുകളെ ഒരു സന്തോഷമയമാക്കിയിട്ട് വിടുക എന്ന് പറയുന്നത് ലോക്കൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ എവിടെയാണ് ഈ 25 വർഷം ഭരിച്ചിട്ട് ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് കേരളത്തിലെ ഒരു പൊതു പദ്ധതിയായിരുന്നു തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്ന ഒരു പദ്ധതി. ഞാനടക്കം അതിൽ വളരെ സജീവമായി പങ്കെടുത്തിട്ടുള്ളതാണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ. ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു? ബഹുമാനപ്പെട്ട ചെയർമാന്റെ വാർഡിൽ തന്നെ മുൻ ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ശാന്തകുമാരി ടീച്ചറുടെ വീടിന്റെ മുന്നിലെ ആ വലിയ തോട്, സ്റ്റേഷൻ ഹൈസ്കൂളിന്റെ അപ്പുറത്ത് കൂടെ പോകുന്ന ആ വലിയ തോടിലാണ് ഈ പദ്ധതി അന്ന് ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം കഴിഞ്ഞു എന്നുള്ളതല്ലാതെ വലിയ തോടിന്റെ സ്ഥിതി എന്താ? കക്കൂസ് മാലിന്യം അടക്കം വലിയ തോടിലൂടെ ഒഴുകിപ്പോലെ. ഇവർ ഈ ചക്കങ്കണ്ടം, ഇവർ മാലിന്യ സംസ്കരണം, സെപ്റ്റിക് മാലിന്യ സംസ്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് അവാർഡ് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് എൻ്റെ പ്രിയ സഹോദരൻ ഈ ക്യാമറമാനെയും കൂട്ടിയിട്ട് ഒന്ന് ചക്കങ്കണ്ടത്ത് പോയിട്ട് അതൊന്ന് കവർ ചെയ്യണം. അവിടെ ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കാണ് മനുഷ്യ വിസർജനം. അത്രയും മോശമാണ് സ്ഥിതി. അത് അവിടേക്ക് എത്തുന്ന വഴി എന്ന് പറയുന്നത് ഗുരുവായൂരിന്റെ വലിയ തോട് വഴിയാണ്. ഗുരുവായൂരത്തെ മാലിന്യം മുഴുവൻ സംസ്കരിക്കുന്നില്ലല്ലോ. സംസ്കരിച്ച ശരി, ശാസ്ത്രീയമായി സംസാരിക്കുന്ന എത്രയോ കേന്ദ്രങ്ങൾ കേരളത്തിന് പുറത്തൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ പല പ്രദേശവാസികളൊക്കെ ഉണ്ട്, അവിടെ നിവാസികളില്ലേ. വലിയ എതിർപ്പ് ഇവർക്ക് നേരിടേണ്ടി വന്നില്ലേ? അപ്പൊ ഇവര് ഇതടക്കം സംസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സമ്മാനം വാങ്ങണത്. എവിടെയാണ് ഇതിലൊരു ശരി? അതിലൊരു ശതമാനം പോലും അതിൽ ശരിയില്ലല്ലോ. അതെങ്ങനെ ഇവര് ശരി പറയാ? അതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരം ഞാൻ തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചെയർമാനോട് തന്നെ പറഞ്ഞല്ലോ, ആ തെളിനീരൊഴുകും നവകേരളത്തിൽ അദ്ദേഹം ഒന്ന് ഇറങ്ങി നിന്നാൽ ഞാൻ അതിൽ ഇറങ്ങി കുളിക്കാൻ തയ്യാറാണെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ചെയർമാനോട് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ മാലിന്യ സംസ്കരണം, ഇവിടെ ഇപ്പോഴും മാലിന്യ സംസ്കരണം പൂർണ്ണാർത്ഥത്തിലായിട്ടുണ്ടോ? ഇപ്പോഴും ഇവര് പറയുന്ന ഈ ബയോ പാർക്ക് അല്ലെങ്കിൽ അവിടെ കുട്ടികളുടെ പാർക്ക്, വർഷക്കാലമായാൽ അവിടെ അതിന്റെ ആ ഭൂമിക്കടിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മലിനജലം, ദുർഗന്ധം ഇപ്പോഴും അവിടെ ഉണ്ട്. എന്നാൽ പഴയ പോലെ ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, പഴയ പോലെ ഇല്ല 100% നമ്മൾ. അപ്പൊ ആ രീതി അവിടെയുള്ള പഴയ മാലിന്യം മുഴുവൻ ആ ഭൂമിക്ക് അടിയിലിട്ടിട്ട് മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. ഒരു തൊലിപ്പുറത്തെ ചികിത്സയാണ് അവർ നടത്തിയിട്ടുള്ളത്. തൊലിക്ക് അകത്തുള്ള അസുഖത്തെ മാറ്റാനോ ആ രോഗം കണ്ടെത്താനോ അവർ ശ്രമിച്ചിട്ടില്ല. അത്രയും അവശിഷ്ടങ്ങൾ അതിന്റെ മേലെയാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളിത് ആ കാലം മുതലേ നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇനി ചാവക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവും. ഒരു ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ കുട്ടികളുടെ, ഞാനൊക്കെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ 90-ലെ പോൾ വാൾട്ട് താരാണ് ശ്രീകൃഷ്ണ സ്കൂളിന്റെ. 90-ൽ ഞാൻ പോൾ വാൾട്ട് സ്റ്റേറ്റ് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഹയർ സെക്കൻഡറി സ്കൂൾ അന്ന് ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഭയം ചാവക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമായി ഏറ്റുമുട്ടാനാണ് സ്പോർട്സിൽ. അത് ഓട്ടത്തിലായാലും ജമ്പ് ഐറ്റത്തിലായാലും ത്രോ ഐറ്റത്തിലാണെങ്കിലും എല്ലാം ചാവക്കാട് ഹൈസ്കൂളിലെ കുട്ടികളുമായി ബന്ധപ്പെട്ടത് ഏറ്റുമുട്ടാൻ ഭയ. കാരണം എന്താ വെച്ചാൽ അവിടെ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ ആ കുട്ടികൾക്ക് നിത്യം പരിശീലനം ഉണ്ടായിരുന്നു. പരിശീലിക്കാനുള്ള ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ എന്ന് പറയുന്നത് അന്ന് ഈ കിഴക്ക് പടിഞ്ഞാറ് കിടക്കുന്ന ഒരു പൂഴി മൈതാനം മാത്രമാണ്. ഇപ്പോഴാണല്ലോ പിന്നെയും കുറച്ച് അത് നന്നാക്കിയിട്ടുള്ള ഗ്രൗണ്ട്. അപ്പോൾ
അവിടുത്തെ കുട്ടികൾക്ക് വലിയൊരു കായിക പരിശീലനം നേടുമായിരുന്നു. കായിക രംഗത്ത് വലിയൊരു മുന്നേറ്റം ആ സ്കൂളിലെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അത് മുഴുവൻ കടക്കി കത്തിവെക്കുന്ന പോലെയല്ലേ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫുട്ബോളിനെ ഒരുപാട് സ്നേഹിക്കും. അതിനുവേണ്ടി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാലം സമയം ഞാൻ അതിനുവേണ്ടി മാറ്റിവെക്കും, വിനിയോഗിക്കും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഫുട്ബോളിനെ അത്രമാത്രം സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പൊ ഇവര് ചെയ്തിട്ടുള്ള ഈ ടർഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു കായികമായി ഒരു പരിശീലനം നേടാൻ ഒരു സാഹചര്യം ഇല്ലാത്ത രീതിയിൽ അത് മുഴുവൻ. എന്നിട്ട് ഇപ്പൊ അവര് പറയുന്നത് വീമ്പ് പറച്ചിലും കൂടെ കേട്ട് കഴിഞ്ഞാൽ അവിടെ നാളെ അർജന്റീനയും ബ്രസീലും തമ്മിൽ വന്ന് കളിക്കാൻ പോകാന്നാണ് ഇവരുടെയൊക്കെ വാദം കേട്ടാൽ നമുക്ക് തോന്നുക. അല്ലെ, മെസ്സി വരും. മെസ്സി വന്നത് തന്നെ വരട്ടെ. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് അതൊക്കെ ആവശ്യമാണ്. മെസ്സിയുടെ ഒക്കെ ആ കാലില് ബോൾ തട്ടുന്ന ഒരു പ്രകടനം കാണാൻ ഞാനടക്കമുള്ളവര് കൊതിച്ചിരിക്കുകയാണ് നേരിട്ട് കാണാൻ വേണ്ടി. നമ്മളൊക്കെ ടി വിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. ആഗ്രഹം സഫലീകരിക്കണം. ഞാൻ അങ്ങനെയുള്ള ഒരു ശുഭാപ്തി വിശ്വാസക്കാരൻ കൂടിയാണ്. അവിടെയുള്ള കുട്ടികൾക്ക് ഇനി അവിടെ ഏത് ടൂർണമെന്റ് വരും എന്ന് പറയും നിങ്ങൾ. ഈ ടർഫിൽ കളിച്ചാൽ അപകടങ്ങൾ കൂടുതലാണ്. ആദ്യം ഇത് എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണ് ആ ടർഫ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതൊക്കെ ഇവരൊരു അഭ്യാസത്തിന്മേൽ നടന്ന് ആളുകളെ കണ്ണു മഞ്ഞളിപ്പിക്കുന്ന രീതിയിലാണ്. ഇവിടെ വലിയ വലിയ ഗ്രൗണ്ടായി വലിയ വലിയ അംഗീകാരം കിട്ടി എന്ന് ഇവർ പറയുമ്പോൾ ആ ഗ്രൗണ്ടിൽ എവിടെ നിന്നാണ് കാണികൾ കളി കാണുക? ഒരു നല്ല ടൂർണമെന്റ് നടക്കുമ്പോൾ നല്ല 2 ടീമുകൾ വന്ന് ലെവൻസ് കോർട്ടിൽ അവർ മാറ്റുരയ്ക്കുമ്പോൾ വലിയ കളി നടത്താൻ സാധിക്കുമെന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഒരു 100 കസാര അതിന്റെ ചുറ്റോറും ഇടാനുള്ള സൗകര്യം ഉണ്ടാ. ഒരു ഗാലറി ഇല്ലാതെ, അവിടെ ഒരു ഗാലറി നിർമ്മിക്കാനുള്ള ഒരു സൗകര്യമില്ലാതെ ഇവരെന്ത് ഫുട്ബോള് വളർച്ച അവിടെ ഉണ്ടെന്ന് അവർ പറയുന്നത്. ഇതൊന്നല്ല, ഇത് ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചില ആളുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി തീർത്ത നഗരസഭയുടെ പൊതു സ്വത്ത് ആ രീതിയിൽ ദുരുപയോഗപ്പെടുത്തി എന്ന് തന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയാൻ. ഈ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പില് ഒരു യാഥാർത്ഥ്യമാണ്, ഗുരുവായൂർ മണ്ഡലത്തില് സുരേഷ് ഗോപിയുടെ ഒരു മുന്നേറ്റം പൊതുവിലുണ്ടായിരുന്നു. അതില് ഗുരുവായൂരിലും ഒരു വലിയ പ്രകടമായ ഒരു മാറ്റം BJP കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയർമാനൊക്കെ പറഞ്ഞത് ഗുരുവായൂരിന്റെ ഒരു രാഷ്ട്രീയ പ്രതലത്തില് കോൺഗ്രസ് ആണ് അതിന് ആദ്യം തുടക്കം കുറിച്ചതെന്നൊക്കെ ഒരു പരാതി പറയുന്നുണ്ട്. അതിന്റെ ഒരു വിമർശനം ഉണ്ടായി. എങ്ങനെയാണ് ഈ ഒരു BJPയുടെ വളർച്ച കാണുന്നത്? ഒരു BJPയുടെ വളർച്ച എന്ന് പറയുന്നത് ഇപ്പൊ അവര് ഒരു ദേശീയ തലത്തിൽ അവർക്ക് വലിയൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണല്ലോ അവർ ഇന്ത്യ ഭരിക്കുന്നത്. ഗുരുവായൂരിൽ അത്ര വലിയൊരു രാഷ്ട്രീയ വളർച്ചയൊന്നും BJPയെ സംബന്ധിച്ചുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. ചെയർമാൻ എന്ത് അടിസ്ഥാനത്തിലാണ് അത് അങ്ങനെ വിലയിരുത്തപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ഗുരുവായൂർ അസംബ്ലിയുടെ റിസൾട്ട് എന്താണെന്നുള്ളത് അറിയാലോ. അന്നും അവിടെ UDF-നാണ് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം. ഇടതുപക്ഷത്തിനേക്കാൾ BJPയേക്കാൾ വലിയ ഭൂരിപക്ഷം ഗുരുവായൂർ അസംബ്ലി തലത്തിൽ അത് പരിശോധിക്കുമ്പോൾ UDF-ന് തന്നെയാണ്. ഗുരുവായൂർ മണ്ഡലം തലത്തിൽ, അതായത് ക്ഷേത്ര പരിസരം നിൽക്കുന്ന പ്രദേശത്ത് എന്ന് പറയുമ്പോൾ അതിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ കുറച്ച് വോട്ടുകളുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകളല്ല. സുരേഷ് ഗോപിക്ക് കുറച്ച് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അത് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്. അത് ഇവിടുത്തെ പല പ്രദേശത്തും സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് എല്ലാ കാലത്തും BJPയിലേക്ക് വരുന്ന വോട്ടുകളല്ല. അത് ചെയ്തവർക്ക് തന്നെ ഇപ്പോൾ ഇല്ലാത്ത ഒരു മടുപ്പും വെറുപ്പും തോന്നിയിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം ഒരു MP ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് പോലും അറിയാത്തൊരു ജനപ്രതിനിധിയാണ് അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള വലിയൊരു ഖേദം പലരുടെയും അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് പല ഘട്ടത്തിലായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ചെയർമാൻ എന്താ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? ആദ്യമായിട്ട് 2 സീറ്റുകള് അത് ഞങ്ങൾ DIC ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു ഇത് പറയുന്നത്. അന്നും കോൺഗ്രസ്, അത് ഗുരുവായൂർ എന്നല്ല, ഇന്ത്യയിൽ എവിടെയും, ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ പ്രധാന ശത്രു ആരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. ഇവർക്ക് അതിൽ എവിടെ ഉണ്ട്, എന്തുണ്ട് അവകാശപ്പെടാൻ? CPM-നോ ഇടതുപക്ഷത്തിനോ ഈ കേരളത്തിനപ്പുറം പോയാൽ ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുന്ന എന്ത് സവിശേഷത ഉണ്ട് എന്നാണ് പറയുന്നത്. ഏത് രാഷ്ട്രീയ ബാലപാഠം അറിയുന്ന കുട്ടികൾക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJPയുമായി ചേർന്നു എന്നുള്ളത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അത് ഇവരുടെ കുറെ പ്രചരണങ്ങളുണ്ട്, ഇവരെല്ലാം പ്രചരിപ്പിക്കലോ. അതൊരു കൃഷ്ണദാസിന്റെ കുഴപ്പമല്ല, അത് കൃഷ്ണദാസ് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കുഴപ്പമാണ്. കാരണം അവര് പറയും എല്ലാം അങ്ങനെയാണ്. പല തവണ ആവർത്തിച്ച് അവര് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതിന്റെ ഭാഗമായതുകൊണ്ട് കൃഷ്ണദാസും അങ്ങനെ പറയണു എന്നുള്ളതായിരിക്കും.
നല്ല രാഷ്ട്രീയ ചൂടിലേക്കാണ് ഇനി ഗുരുവായൂർ വിമോചന മോചനയാത്ര വളരെ ആവേശം. എന്തൊക്കെയാണ് ഈ ഇലക്ഷനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം? പ്രത്യേകിച്ച് എല്ലാ സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്തു. എന്താണ് ഒരു ഫീഡ്ബാക്ക്? ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഗുരുവായൂർ നഗരസഭയിൽ വലിയ പ്രതീക്ഷ ഉണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഒന്ന്, പൊതുവെ സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പം ഏറ്റവും നമ്മൾ എത്തി നിൽക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പോലീസിൻ്റെ നിഷ്ഠൂരമായ ആക്രമണം തൊട്ടടുത്ത പ്രദേശത്ത് വരെ ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ ജനം വളരെ വെറുപ്പോടും ഒരു അകറ്റിയും നിർത്തുന്ന ഒരു മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ജനം പൊതുവെ ഇന്ന് ഇടതുപക്ഷത്തെ നോക്കിക്കാണുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കേരളത്തിൽ UDF ഉണ്ടാവേണ്ടത് തന്നെയാണ്. മറിച്ച് ഗുരുവായൂരിൻ്റെ പ്രാദേശികമായിട്ടുള്ള രീതിയിലേക്ക് വന്നാൽ ജനം ഇവരുടെ ഈ തള്ളലിനെ, ഈ പൊള്ളയായ വീമ്പ് പറച്ചിലിന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. CPM പോലും അതിൽ വളരെ ഭയപ്പെടുന്നു എന്നാണ് ഞങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് വാർഡ് വിഭജനം കഴിഞ്ഞ് വാർഡുകൾ അംഗീകരിച്ചു വന്നപ്പോൾ CPMൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറി മുൻ നഗരസഭയുടെ വൈസ് ചെയർമാൻ, CPMൻ്റെ പക്ഷത്തു നിന്നും മത്സരിച്ച് നഗരസഭയുടെ വൈസ് ചെയർമാനായി വന്ന ഒരു വ്യക്തി ഹൈക്കോടതിയിൽ ആ വാർഡ് വിഭജനത്തിനെതിരെ പോയിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുഴുവൻ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് അന്ന് CPMൻ്റെ ഭാഗത്ത് പോയി. CPMൻ്റെ ലോക്കൽ സെക്രട്ടറി മുൻ വൈസ് ചെയർമാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ അത് ആ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയിണ്ടാവുക. അതാരും ഇൻഡിവിജ്വലായിട്ട് പോകുന്ന ഒരു കാര്യമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. ആ പാർട്ടി സംഘടിതമായിട്ടാണ് അതിലൊരു നീക്കമുണ്ടായത്. അവരതിലൂടെ ഗുരുവായൂരിലെ ഒരു ഈ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഹൈക്കോടതിയിൽ പോയി കക്ഷി ചേർന്ന ഒരാളാണ്. അതിനൊന്നും അവർ ഇന്ന് വരെ അവർ മറുപടി പറഞ്ഞിട്ടില്ല. CPM ഗുരുവായൂർ നഗരസഭാ തലത്തിൽ അവർ മറുപടി പറഞ്ഞിട്ടില്ല. രണ്ടാമത്, ഗുരുവായൂരിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഒരു മാനസികാവസ്ഥ. 25 വർഷം ഭരിച്ചിട്ട് ഈ നഗരത്തിന് ഇങ്ങനൊരു വികസനം മതിയോ? ഇത് കാലാനുസൃതമായിട്ടുള്ള ഒരു വികസനം ഇതിലുണ്ടോ? ഒരു ചെറിയ പ്രദേശത്ത് പോലും ഒരു വികസനം നടക്കുമ്പോൾ 25 കൊല്ലം കഴിഞ്ഞിട്ടും ആ വികസനം അവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പദയാത്രയാണ് ഗുരുവായൂർ മോചന യാത്ര എന്ന രീതിയിൽ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഞാൻ അതിലൊരു പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. നമ്മൾ ഗുരുവായൂരിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ കണ്ട ആളുകളും നമ്മൾ കേട്ട ആളുകളും നമ്മളോട് പറഞ്ഞ ആളുകളും ഒക്കെ ചില അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ കൂടി ഞങ്ങൾ ആകെ മൊത്തം കൂട്ടി നോക്കുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിൽ ഉണ്ട് എന്ന് തന്നെയാണ് അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഒരു വസ്തുത. എല്ലാ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു.